ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജയലക്ഷ്മിയിലാണേ. അപ്പോൾ ജൂൺ 15-ാം തീയതി നമ്മുടെ ഡൂഡൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുക്കലാണ് കേട്ടോ നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മുടെ കിഡ്സിനുള്ള സെക്ഷൻ വരുന്നത് ഫ്ലോർ നമ്പർ 5-ലാണ്. അപ്പോൾ അവിടേക്കുള്ള ലിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള കാത്തുനിപ്പാണിത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടുത്തെ കളക്ഷൻസൊക്കെ. കാരണം മനസ്സ് തൃപ്തിയായിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് പോവുക. ആദ്യം ഡൂഡൂസിനുള്ളത് തന്നെയാണ് ഞങ്ങൾ നോക്കിയത്. അവനൊരു ഷർട്ട് എടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഇതുവരെ അവന് ഷർട്ട് എടുത്തിട്ടില്ല. റിറ്റു എടുത്തിരിക്കുന്ന ഷർട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ അത് ഇച്ചിരി ചെറുതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കൂടി വലുത് നോക്കാമെന്ന് വെച്ചിട്ട് നോക്കിയതാണ്. അങ്ങനെ ഈ ഷർട്ടാണ് ഞങ്ങൾ ഡൂഡൂസിന് വേണ്ടി സെലക്ട് ചെയ്തത്. പിന്നെ അവന് ഈ ഒരു ഷർട്ടും ഒരു ജീൻസും എടുത്തു കേട്ടോ. ഇത് റിറ്റൂസിന് വേണ്ടി എടുത്തതാണ്. ഇതും റിറ്റൂസിനാണ്. പിന്നെ അവൾക്കൊരു ജീൻസും എടുത്തു. പിന്നെ ആൻഡ്രിയയ്ക്കൊരു ബാഗി പാൻറ്റും ഒരു ചുരിദാർ സെറ്റും എടുത്തു. ഈ ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇവരിവിടെ കളിക്കുകയായിരുന്നു കേട്ടോ. ആ കിഡ്സ് സെക്ഷനിൽ ഇതുപോലെ ഒരു ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്കുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം കുട്ടികളെ ഇതിൻ്റെ ഉള്ളിലാക്കിയാലും വളരെ സേഫ്റ്റിയാണ്. അങ്ങനെ പെട്ടെന്ന് പുറത്തിറങ്ങി പോകില്ല. ഒരു ഡോറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് ശ്രദ്ധിക്കാം, ബാക്കിയുള്ളവർക്ക് ഡ്രസ്സ് എടുക്കാം. എനിക്ക് വലിയൊരു ആശ്വാസമാണ് കേട്ടോ അത്. അങ്ങനെ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് ചുരിദാർ മെറ്റീരിയലൊക്കെ നോക്കി. ഞാൻ എൻ്റെ കയ്യിലില്ലാത്തൊരു കളറാണ് എടുക്കണമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ചുരിദാർ മെറ്റീരിയലിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഭാഗത്ത് പോയിട്ട് അവിടെ ഈ മെറ്റീരിയൽ ഞാൻ മുറിച്ച് വാങ്ങിച്ചു. ഈ മോഡൽ തുണി എൻ്റെ കയ്യിലില്ല, ഈ കളറും എൻ്റെ കയ്യിലില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കളറാണിത്. പിന്നെ ഞാൻ ഈ റെഡിമെയ്ഡ് സെറ്റും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ബില്ലിടാൻ നിൽക്കുകയാണ്. സമയം പോയതുകൊണ്ട് പപ്പയ്ക്കുള്ള ഡ്രസ്സ് പപ്പ അടുത്ത ആഴ്ച വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുത്തത് കൊണ്ട് ജയലക്ഷ്മിന്ന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും ഡൂഡൂസിന് കിട്ടിയിട്ടോ. സ്ഥിരം കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് എല്ലാവരും നല്ല കൂട്ടാണ് കേട്ടോ അവിടെ. അപ്പോൾ അടുത്ത വീഡിയോ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആയിരിക്കും. അതുവരേക്കും ടാറ്റാ.